ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തീരെ കുറവല്ലാത്ത പോലെ സ്വർണ്ണമൊക്കെ കൊടുത്തു വേണം അവളെ അയക്കാൻ. അതെ, എന്റെ നാത്തുന്റെ സ്വർണം മുഴുവൻ എടുത്താലും അതൊന്നും ആവില്ല. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള ജയശ്രീയുടെ സ്വർണം കൂടി ഇങ്ങ് തരണം. ദാ. ഇതാണോ അമ്മ പറഞ്ഞ സാധനം? ഒന്നുമില്ല. എന്താ അതിലൊന്നുമില്ലേ? ഇത് സ്കൂളിലെ ആവശ്യത്തിന് പ്രിന്റ് എടുക്കാൻ തന്ന ചിത്രങ്ങളാ. അതെ, ഇത് വാങ്ങാനാ ഞങ്ങൾ പോയത്. എന്താ ഗിരിജെ, നിന്റെ നാവിറങ്ങിപ്പോയോ? എന്താ നീ ഒന്നും മിണ്ടാത്ത? ഇനി അപ്പച്ചിയുടെ വാ തുറക്കില്ല മുത്തശ്ശി. ദുർഗേച്ചിയെ കൊടുക്കാനുള്ള പ്ലാനൊക്കെ ചീറ്റി പോയില്ലേ? ഇതിലെന്തോ കള്ളമുണ്ട്, എനിക്കത് ഉറപ്പാ. ഗിരിജെ നിർത്തിക്കോ, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അല്ല, ഇനി എന്തിനാ എല്ലാരും നിക്കുന്നേ? കേറി പോവാൻ നോക്ക്. എന്തേ, കണ്ട കാക്കേനെ പൂച്ചിനെ നോക്കിയിരിക്കണോ? കേറി പോടി. ഓരോന്നും കൊണ്ട് വന്നോളൂ. അതൊന്ന് തരാമോ? ഞാനിന്ന് ഇറങ്ങട്ടെ ദുർഗെ. എന്നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ മോളെ നിനക്കെതിരെ ഉണ്ടാവുന്നത്. വിവാഹത്തിന് ക്ഷണിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണ്ടേ? ആരെങ്കിലുമൊക്കെ വിട്ടുപോയാ പിന്നെ അത് വലിയ പരാതിയാവും. അതിനൊക്കെ സമയമുണ്ടല്ലോ. ആദ്യം നിശ്ചയത്തിന്റെ കാര്യം കഴിയട്ടെ. നിശ്ചയവും വിവാഹം പോലെ തന്നെ ഗംഭീരമാക്കണം, അല്ലേ പൂർണിമ? നിശ്ചയം ഫാമിലിയും അടുത്ത ഫ്രണ്ട്സുമായി ചെറിയ രീതിയിൽ മതിയെന്ന എന്റെ ഒരു അഭിപ്രായം. അതിന്റെ ആവശ്യമുള്ളൂ. കല്യാണം നമുക്ക് ഗംഭീരമാക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. നീ പൃഥ്വിയുടെ കല്യാണ കാര്യം ചന്ദ്രസേനെ അറിയിച്ചോ? അവന്റെ ഒരേ ഒരു അമ്മാവനല്ലേ? ചന്ദ്രേട്ടൻ ഉടനെ വരും, ഞാൻ വിളിച്ചിരുന്നു. നിശ്ചയത്തിന് മുമ്പേ എത്തുമെന്നാ പറഞ്ഞത്. അങ്കിൾ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒന്ന് കൊഴുക്കും. അതെ, ചന്ദ്ര നല്ലൊരു എന്റർടൈനർ തന്നെയാണ്. ബിസിനസ്സിലും മോശമൊന്നുമല്ലല്ലോ. ദുബായിൽ ചെന്ന് ബിസിനസ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ നല്ല കഴിവ് വേണം. അങ്കിള് ബിസിനസ്സിൽ സക്സസ് ആയപ്പോഴും ഫാം ഹൗസ് വിട്ടില്ലല്ലോ. അതൊക്കെ വലിയ കാര്യം തന്നെയാ. കൃഷിയോടൊക്കെ പണ്ട് മുതലേ ചന്ദ്രേട്ടന് വലിയ താല്പര്യ. അതാ വലിയ ലാഭമൊന്നും ഇല്ലെങ്കിലും ഫാം ഹൗസ് വിടാത്തത്. അല്ല, ഇപ്പൊ കുറെ നാളല്ലേ ഇങ്ങോട്ട് വന്നിട്ട്? 2 വർഷമായി. പൃഥ്വിയുടെ കല്യാണാണെന്ന് പറഞ്ഞപ്പോഴേ വരാന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു കല്യാണം അഷിതയ്ക്ക് വന്നു. പക്ഷേ ഇപ്പൊ എന്തോ മനസ്സിനൊരു സമാധാനമില്ല. നമ്മൾ സന്തോഷിക്കേണ്ട ഈ സമയത്ത് നാത്തൂൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ ആവാതെ എങ്ങനെയാ? വിവാഹം ഉടനെ നടത്തണം. ഒരു കല്യാണം നടത്തണമെങ്കിൽ എന്തൊക്കെ ചെലവുകളാണെന്ന് ഗിരിജയ്ക്ക് അറിയാവുന്നതല്ലേ? പക്ഷെ ചെലവുകളൊന്നും നമ്മളൊന്നും അറിയണ്ടെന്നല്ലേ പൂർണിമ പറയുന്നേ? അതൊക്കെ ശരിയാ. പക്ഷേ
അഷിതയ്ക്കുള്ള ആഭരണങ്ങളെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? അതെ, അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് ആ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അത് തന്നെ എന്റെയും ടെൻഷൻ. സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെയല്ലേ കയറി പോകുന്നേ. ഉം. ദേവേട്ടനാണെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. അങ്ങേർക്ക് ആദ്യ ഭാര്യയിലെ മകളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നാത്തും വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്ത് വഴി? പിന്നെ എന്റെ പഴയ കുറച്ച് ആഭരണങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. എന്റെ കയ്യിലും കുറച്ചുണ്ടല്ലോ, അതും എടുക്കാം. പിന്നെ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എന്റെ നാത്തൂൻ ഇത്ര പൊട്ടിയായി പോയല്ലോ. നീ കാര്യം പറയ് ഗിരിജെ. ജയശ്രീയുടെ സ്വർണം മുഴുവൻ ആ ദുർഗയുടെ കയ്യിൽ ഇരിക്കല്ലേ, അതിങ്ങ് വാങ്ങണം. ജയശ്രീ കൊണ്ട് ഈ കുടുംബത്തിന് ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം കിട്ടട്ടെ. അത് ശരിയാ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള സ്വർണ്ണമുണ്ട്. ഉം. അത് കിട്ടിയ കാര്യം നടക്കും. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? നിന്റെ കല്യാണക്കാര്യം തന്നെയാ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്. ദുർഗയുടെ കയ്യിലുള്ള ആഭരണങ്ങൾ കൂടി നമുക്ക് മേടിച്ചെടുക്കണം. ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു. അതിനവളത് തരുമോ? തരണം. തന്നില്ലെങ്കിൽ ഞാനത് മേടിച്ചിരിക്കും. വാ ഗിരിജെ. ഉം. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? നിന്റെ മുഖത്ത് കണ്ണിലടി. പോടാ വന്ന്. നീ എവിടെ നോക്കിയാടി വണ്ടി ഓടിക്കുന്നത്? എന്താണ് വായുടി വാങ്ങിക്കാൻ പോവാണ്. താനൊക്കെ എവിടെ നാളോ വരുന്നേ? നീ എവിടെ നാളെ കയറി വരുന്നത്? നിന്നെ തനിക്കത് കണ്ണുണ്ടൂടെ? വിവരില്ലാതെ ഇങ്ങനെ സംസാരിക്കല്ലേ. അതിന് നീ ഏതാടി? വണ്ടി എടുത്തോണ്ട് പോടി. ഒന്ന് എടുത്തോണ്ട് പോടോ. അവിടെ നിൽക്കടി. എടി നിൽക്കാൻ. വണ്ടി എടുത്തോടി. എടി ദാ വണ്ടി എടുക്കണം. വണ്ടി വളക്കടാ വേഗം. വണ്ടി തിരിച്ചു വിടറാ. വേഗം തിരികെ. ഒരു പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല. നമ്മൾ ആരാ നമുക്ക് കാണിച്ചു കൊടുക്കാം. അവളുടെ അഹങ്കാരം ഒന്ന് തീർത്തു അങ്ങനെ കൊടുക്കണം. ശരിയാവില്ല. ദുർഗേ, ഞങ്ങൾ നിന്നോടൊരു കാര്യം പറയാനാ വന്നത്. പറഞ്ഞു. അശ്വതിക്ക് കല്യാണമായ കാര്യം നിനക്കും അറിയാവുന്നതാണല്ലോ. അതെ, അവരൊക്കെ വലിയ ആൾക്കാരാ. അപ്പൊ അഷിയെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നതിലും ഒരു അന്തസ് കാണിക്കണം. അതുകൊണ്ട് തീരെ കുറവല്ലാത്ത പോലെ സ്വർണ്ണമൊക്കെ കൊടുത്തു വേണം അവളെ അയക്കാൻ. അതെ, എന്റെ നാത്തുന്റെ സ്വർണം മുഴുവൻ എടുത്താലും അതൊന്നും ആവില്ല. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള ജയശ്രീയുടെ സ്വർണം കൂടി ഇങ്ങ് തരണം.